പുരുഷന്മാർക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്ന റോമ യവന കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരിൽ വന്ന മാറ്റങ്ങൾ ഇരു വ്യവസ്ഥിതികളെയും ഇളക്കിമറിച്ചു. ഇതിൻ്റെ പ്രതിഫലനമായിരുന്നു അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന ഗലാത്യലേഖനം 3-ാം അധ്യായം 28 പറയുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എന്നാൽ ഇത് 1 തീമോഥെയോസ് 2:11 മുതൽ 14 വരെ പറയുന്ന സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടി പഠിക്കട്ടെ, മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്നീ ഉപദേശങ്ങൾ സ്ത്രീകൾക്ക് നൽകുവാൻ കാരണമായി. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കുവാൻ, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാൻ സ്ത്രീകളോട് ശ്ലീഹ ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പുരുഷന്മാർ സ്ത്രീകളെ ഭരിക്കുവാനല്ല, മറിച്ച് ക്രിസ്തീയ കുടുംബത്തിൽ സ്ത്രീകൾ പുലർത്തേണ്ട അനുസരണത്തിൻ്റെ രീതിമാർഗമാണ് ഈ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കൂടി വിവരിക്കുന്നത്. ക്രിസ്തീയ കൂട്ടായ്മയിൽ പരസ്പര ബന്ധത്തെ നിയന്ത്രിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ഭാഗത്തിൽ സ്ത്രീകൾ സുബോധവും പാതിവൃത്യമുള്ളവരും, വീട്ടുകാര്യം നോക്കുന്നവരും, ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കണമെന്നും ഉപദേശിക്കുന്നു. ഒരു സ്ത്രീ വിശുദ്ധിയുള്ള ഭാര്യയായും കുട്ടികൾക്ക് അമ്മയായും ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ആയിരിക്കണമെന്നും സ്ത്രീയുടെ വിശുദ്ധിയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്ന ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീയുടെ വിശുദ്ധി നമ്മുടെ തലമുറകൾക്ക് മാതൃകയായിരിക്കുവാൻ ഈ വചനഭാഗം വെളിച്ചം തരട്ടെ. അവരുടെ ദയ ക്രിസ്തുവിലൂടെ ലഭിച്ച സ്നേഹം നിറഞ്ഞതായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.